എണ്ണി വെച്ചേക്കടാ ചേട്ടാ. ഓ ഹ്യൂമാരെ സമ്മതികൾ കേട്ട് നിന്നു പോകും. അവരുടെ നിത്യത്തൊഴിലല്ലേ വകച്ചായ. എന്നാന്നറിയില്ല, ഇത് കേൾക്കുമ്പോ എനിക്ക് പെരുന്നാളിന് പ്രദർശനം ഇറങ്ങുന്ന ഓർമ്മ വരും. ഈ പെരുന്നാളിന് എങ്ങനെ മെൽവിൻ വരുമോ? ആ പോയിട്ട് 5 കൊല്ലം ആയില്ലേ, ചിലപ്പോ വന്നേക്കും. ഞാൻ ഈ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. നമ്മൾ പഠിപ്പിക്കാവുന്നത്രേ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിച്ചു. ഞാൻ എന്റെ കടമ നിറവേറ്റി. ഈ കാലത്ത് പിള്ളേരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്നേ. ഒരു കണക്കിന് അതാ നല്ലത്. ഇളയ മോനെ വിടാൻ പോവാ. പിള്ളേർ പോയി രക്ഷപ്പെട്ടെന്നേ. പെടട്ടെന്നേ, രക്ഷപ്പെടട്ടെന്നേ. ആ പിള്ളാച്ചോ കൊണ്ടോ അമ്മച്ചിക്ക് കുറച്ച് വടിയും മടക്കും സാധനം പൊടിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? തൊട്ടാ പൊടിയും സാധന. പിള്ളാച്ചന്റെ കടലേ ഇത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് മനസ്സിലാവണ്ടേ? അല്ല എന്നാ പിന്നെ അമ്മച്ചി അനാഥാലയത്തിലിട്ട് കഷ്ടപ്പെടുത്താതെ ഇനി വീട്ടിലോട്ട് കൊണ്ടുവരാൻ മേലേ? അനാഥാലയോ എന്നാരും പറഞ്ഞു? ഇതാ ഈ നാടിന്റെ കുഴപ്പം. അനാഥാലയം ഒന്നുമല്ല, ഓൾഡ് ഏജ് ഹോം. വെളിയിലൊക്കെ ആളുകൾക്ക് വയസ്സാകുമ്പോ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ റൂം ബുക്ക് ചെയ്യും. 24 hours ഡോക്ടർ ഫെസിലിറ്റി, നഴ്സിംഗ് കെയർ, ഡയറ്ററി ഫുഡ്, എവരിതിങ്. 10-20 രൂപ കൊടുത്താൽ തന്നെ ഇതുപോലൊരു ഫെസിലിറ്റി എനിക്ക് അമ്മച്ചിക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുമോ? ആ പിള്ളേച്ച പത്രം കേട്ടാ പോരാ, ഇവനും കൂടെ കേൾക്കണം. എടാ ജോസൂട്ടി, എനിക്ക് വേണ ഒരു ഹോം നേഴ്സിനും കൂട്ടി അമ്മച്ചിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താം. ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന 10-20 രൂപ വേണം ലാഭിക്കുകയും ചെയ്യാം. പക്ഷെ അവിടെ കിട്ടുന്ന സന്തോഷം അമ്മച്ചിക്ക് വീട്ടിൽ കിട്ടുകയല്ല. അവിടെ ആവുമ്പോ ഈ സമപ്രായക്കാരുമായിട്ട് അമ്മച്ചി സംസാരിച്ചും പ്രാർത്ഥിച്ചും സന്തോഷമായിട്ട് കൂടിക്കോളും. അമ്മച്ചി അവിടെ ഹാപ്പിയാ. അതിടെ അനാഥാലയം കൊണ്ട് വന്നേക്കുന്നു. വിളിച്ച അവിടുന്ന് ജോസൂട്ടി പോവാടാ. ശരി ചേ. ഓ വീട്ടിൽ നിന്ന് ഈ സമയത്ത് എന്നാടി? ആ അവരോട് അവിടെ നിൽക്കാൻ പറയടി, ഞാനങ്ങോട്ട് വരാം. ആ ഓ എന്നാടാ ഇത്? തൊട്ട സെപ്റ്റിക് ആവുമല്ലോ. നിനക്ക് ഈ വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി എടുത്തൂടെ? ആ ഇത് കൊള്ളാലോ, പുതിയ കരവൾക്കാരാണോ? ചേട്ടത്തി ഇരുന്നിരുന്നോ? ഇതാ ഇവിടെ നോക്കി, ഇവിടെ ചേട്ടത്തി ഒന്ന് അടുത്തോട്ട് നോക്കിയേ. ഇനി വലത്തോട്ട് നേരെ നോക്കിക്കേ. കണ്ണടക്കല്ലേ 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 കണ്ണടക്കല്ലേ. മോനെ മേക്കപ്പ് കുറച്ച് കുറയ്ക്കണോ? അല്ല ഇനി മേക്കപ്പ് ഇല്ലാതെ വരുമ്പോ സ്കാനർ അകത്തേക്ക് കയറ്റി വിടാതിരിക്കരുത്. ഞങ്ങൾ എല്ലാരും എടുക്കണ്ടേ? എന്തൊക്കെ പരിപാടിയാ ഇത്. ശരി കേട്ടോ. അവനെന്താ എൽബിൻ? അവനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാണല്ലോ. അവൻ ആരാണ്ടെ കാണാനുണ്ടെന്നും പറഞ്ഞ് കാറും എടുത്തോണ്ട് പോയേക്കുവാ. ഓക്കെ മോനെ, എനിക്ക് ഇതായാലും ഒരു ഫോട്ടോ തരണേ, അങ്ങാരുടെ കൂടെ ഫ്രെയിം ചെയ്ത് വെക്കാനാ. അല്ല ചേട്ടത്തി, ഇതങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ ഫോട്ടോ അല്ല. ഇനി ഏതായാലും ചേട്ടത്തിക്കേ കാലത്ത് ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വരികയല്ല. സാർ ഞങ്ങളുടെ കിച്ചൺ മേറ്റിന്റെ ഫംഗ്ഷൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. പിന്നെ ആയിക്കോട്ടെ, കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് വരൂ, വന്നോളൂ. Hi sir, what can I do for you? സാർ, ഇത് ഞങ്ങളുടെ വണ്ടർ റോബോ R&D ടീമിന്റെ വർഷങ്ങളുടെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ റോബോട്ടാണ് കിച്ചൺ മേറ്റ്, അടുക്കളയിൽ ഒരു കൈസഹായം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന ലക്ഷോപലക്ഷം വീട്ടമ്മമാർക്ക് ഒരു കൈസഹായം എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. അടുക്കളയിലെ എല്ലാ ജോലിയും ഇത് വളരെ ഭംഗിയായി നിർവഹിക്കും. കിച്ചൺ മേറ്റ്, please make a coffee. Sure sir. Espresso or cappuccino? മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമോ മോനെ? മനസ്സിലാവും. മലയാളത്തിൽ പറയൂ. കിച്ചൺ മേറ്റ്, ഒരു കപ്പ് കടുങ്കാപ്പി എടുക്കൂ. Sure sir. Up in a minute. നോക്കൂ. Your coffee is ready. എന്റെ പണികളൊക്കെ എന്നാ തോന്നുന്നു. ചിലപ്പോ സാധ്യതയുണ്ട്. കൊള്ളാല്ലേ മോനെ? ഇതിന് മീൻകറി ഉണ്ടാക്കാൻ അറിയാവോ? ഈ കുടംപുള്ളിയൊക്കെ ഇട്ട് വെച്ച് കേരള സ്റ്റൈലില്. അയ്യോ ചേട്ടത്തി, കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ കാപ്പി ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, പിന്നെ ഈ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യും. ഇതൊരു ഇനീഷ്യൽ സ്റ്റേജ് ആണല്ലോ സാർ. ഞങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന റോബോട്ടിന് വേണ്ടിയിട്ട്. ഞങ്ങളത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് വളർന്നൊരു വളർച്ചയെ ചുരുക്കം പറഞ്ഞാൽ ഇവരൊന്നും ഇല്ലെങ്കിലും നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ലേ? അതെ,
പറ്റുകയാണെങ്കിൽ പെട്ടെന്നൊരു ഉപകാരം കൂടെ ചെയ്യണം sir. ഈ തേങ്ങ ഇടാനും ചക്ക ഇടാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് ആഡ് ചെയ്യണം. ഭയങ്കര ഡിമാൻഡാന്നേ. തേങ്ങ ഇടാൻ ഒരുത്തരം കിട്ടുന്നില്ല. തേങ്ങ മുഴുവൻ പൊഴിഞ്ഞു കൊണ്ട് കരക്കാരെടുത്തോണ്ട് പോവാ. ഓക്കെ നോട്ട് Noted, sir. Noted.